എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ഇഷ്ടമായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര പാനി ഒന്ന് റെഡിയാക്കി വയ്ക്കാം. അതിനായിട്ട് സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയുടെ കളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുക്കുക. അതേപോലെ 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഫുഡ് കളറാണ് ചേർക്കുന്നത്. ഞാനിവിടെ യെല്ലോ ഫുഡ് കളറാണ് എടുത്തിരിക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ചേർത്തില്ലെങ്കിൽ വെള്ള കളറായിട്ടിരിക്കുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇതിലേക്ക് ഫുഡ് കളർ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് പാനിയാക്കി എടുക്കാം. അപ്പോൾ ഇത് വല്ലാതെ അങ്ങോട്ട് വൺ സ്ട്രിങ് ആയിട്ട് വരണ്ട. അതിന് മുന്നേ ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. വല്ലാതെ ഇതായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കട്ടായി പോവും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ട് നന്നായിട്ട് പതഞ്ഞ് ഇതേപോലെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേനാണ് ചേർക്കുന്നത്. എന്നതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തേനിൻ്റെ കളർ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ജാമാണ് ചേർക്കുന്നത്. ജാം നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അത് ചേർക്കാം. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്യിച്ചെടുക്കാം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളിത് മെൽറ്റാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് എടുക്കുന്ന സമയത്ത് വീണ്ടും ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 പീസ് ബ്രെഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു 4 പീസാക്കി, ഒരു ബ്രെഡിനെ തന്നെ 4 പീസാക്കി കട്ട് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ എടുക്കാം. അല്ലെങ്കിൽ 2 പീസാക്കി എടുക്കുക ഒരു ബ്രെഡിനെ. ഞാനിപ്പോൾ ഇത് മുഴുവനോടെ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊരു പ്ലേറ്റിൽ ഒരു കഷ്ണം ബ്രെഡ് വെച്ച് കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ മേലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ പഞ്ചസാരയും തേനും ചേർത്ത മിക്സറും ഉണ്ടല്ലോ, അത് ഈ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ. അതിൻ്റെ മേലെ വീണ്ടും ബ്രെഡ് വയ്ക്കുക. വീണ്ടും പഞ്ചസാര പാനി ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 4 ബ്രെഡിൻ്റെ പീസിൽ ഇതേപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഈ സൈഡിലും ഇതേപോലെ ഒന്ന് ഇതാക്കി കൊടുക്കാം ഈ പഞ്ചസാര പാനി. അപ്പോൾ ഞാനിപ്പോൾ ഒരു നമ്മൾ സാധാരണ കേക്കിൻ്റെ ടിന്നൊക്കെ ഗ്രീസ് ചെയ്യാൻ എടുക്കുന്ന ആ ബ്രഷ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ യെല്ലോയിഷ് കളർ വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മേലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ജാം ഉണ്ടല്ലോ, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മേലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ തേങ്ങ ചിരകിയത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി, നിറം മാറിപ്പോകാതെ. അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു ചെറിപ്പഴം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ഒരു 1 മണിക്കൂർ അരമണിക്കൂറൊക്കെ ഒന്ന് വയ്ക്കുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ അതാ നമ്മൾ നേരത്തെ തണുപ്പിക്കാൻ വെച്ച നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്